ഭരണം മാറി, പുതിയ സർക്കാർ അധികാരത്തിലും വന്നു കേരളത്തിൽ. ഈ ഒരു പുതിയ സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആൻഡ് പവർഫുൾ ഡിസിഷൻ എന്ന് പറയുന്നതാണ് ഇത്, ഓപ്പറേഷൻ തൂഫാൻ. കേരള ഗവൺമെന്റിന്റെ ഈ ഒരു ഓപ്പറേഷൻ പോലീസിനുമായിട്ടും ഈ ഒരു സർക്കാരുമായിട്ടും നമ്മൾ രാഷ്ട്രീയം മറന്നിട്ട് ഒന്നിച്ചു നിൽക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കും കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയം കളിക്കരുത്. കാരണം നമ്മളുടെ ഭാവി തലമുറ നശിക്കാതിരിക്കണമെങ്കിൽ അതിൽ ഒരു പരിധി വരെ നമ്മളും കൂടി അധ്വാനിച്ചാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. സത്യം പറയാലോ, കേരളത്തിന്റെ ഇതിന്റെ മുന്നേയും കേരളത്തിൽ സർക്കാരുണ്ടായിരുന്നു, കേരളത്തിൽ പോലീസും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എടുക്കാത്ത ഒരു തീരുമാനം ഈ ഒരു പുതിയ സർക്കാർ എടുത്തതിൽ നമ്മൾ സ്വാഗതം ചെയ്യാൻ വേണ്ടിയത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിക്ക് നമ്മുടെ നാടും നാട്ടുകാരും എല്ലാവരും ഈ ഒരു സർക്കാരുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ നാടും നമ്മുടെ അനുജന്മാരും പുതിയ തലമുറയും ഒരിക്കലും നശിച്ചു പോകരുത്. പെരുമ്പാവൂരിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ? പെരുമ്പാവൂർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഏകദേശം മിക്ക പ്രദേശങ്ങളും ഇതുപോലെ ലഹരി മാഫിയയുടെ പിടിയിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം കേട്ടോ, ഈ ഒരു കാര്യത്തിൽ നമുക്ക് പോലീസുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓരോ പരിശോധനയിലും ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും 200-300-ലധികം ആളുകളുമാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എത്രത്തോളം നമ്മുടെ കേരളത്തെ ലഹരി മാഫിയ പിടിമുറുക്കി എന്നുള്ളതാണ്. ലഹരി എന്ന് പറയുന്ന ആ ഒരു വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കിയേ മതിയാവും. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതി കൊണ്ടുവന്ന പുതിയ സർക്കാർ രമേശ് ചെന്നിത്തല സാറും അതുപോലെ പോലീസിനും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുക. ഇനിയുള്ള വരുന്ന തലമുറയെങ്കിലും ഈ ഒരു ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടട്ടെ, നമ്മുടെ നാട് ക്ലീൻ ആവട്ടെ. അതിനെല്ലാവരും, എല്ലാ പൊതുജനങ്ങളും ഇതുമായിട്ട് സർക്കാരുമായിട്ടും പോലീസുമായിട്ടും സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.